بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 120 താഹ സൂറത്തിൽ നിന്നുള്ള 120-ാമത്തെ ആയത്ത് മുതൽക്ക് എടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فوسوس إليه الشيطان قال يا آدم هل أدلك على شجرة الخلد وملك لا يبلى فأكلا منها فبدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وعصى آدم ربه فغوى. 120, 121 ആയത്തുകളാണ് ഓതി വെച്ചത്. അപ്പോൾ വസ്വാസുണ്ടാക്കിയ ഇലൈഹി ആദം നബിക്ക് ശൈത്വാനും പിശാച്. വസ്വസ എന്ന് പറഞ്ഞാൽ മോശമായ ചിന്താഗതികൾ ഹൃദയത്തിൽ വന്നിട്ട് ഹൃദയത്തിന് അസ്വസ്ഥമാവുക, അതാണ് വസ്വാസ്. അപ്പോൾ വസ്വസ ഇലൈഹി ദുർബോധനം എന്ന് പറയാം. ദുർബോധനം നടത്തി ഇലൈഹി ആദം നബിക്ക് ശൈത്താനും പിശാച്. എന്നിട്ട് ആദ്യമായിട്ട് അങ്ങനെ ഒരു ദുഷിച്ച ചിന്താഗതി ആദം നബിയുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്ത് പിന്നെ അത് വ്യക്തമാക്കി ഉപദേശത്തിന്റെ സ്വരത്തിൽ അത് പറഞ്ഞു കൊടുക്കുക. പിശാച് പറഞ്ഞു, യാ ആദം, ആദമേ, അൽ അദുല്ലുക, നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, അലാ ഷജറത്തിൽ ഖുൽദി, ശാശ്വതമായി സ്വർഗത്തിൽ ജീവിക്കാൻ പര്യാപ്തമാകുന്ന കാരണമാകുന്ന ഒരു വൃക്ഷത്തെ സംബന്ധിച്ച് നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. മാത്രമല്ല മുൽക്കില്ലായബില്ല, ഒരു കാലത്തും നഷ്ടപ്പെടാത്ത ഒരു അധികാരവും ആധിപത്യവും നിനക്ക് ലഭ്യമാവും, അതും ഞാൻ പറഞ്ഞു തരാം എന്ന് വാക്കുകളെ കൊണ്ട് അവൻ ഈ ദുർബോധനം നടത്തിയ ആ ദുർബോധത്തിന് വാക്കുകളുടെ സ്വരത്തിൽ അതിനെ ആദം നബിയിൽ അവതരിപ്പിക്കുകയാണ്. ഈ ഉപദേശം ഇതിന്റെ ആദ്യത്തിൽ ഹാദിഹി മക്കീദത്തുൻ ലാഹിറുഹ നസീഹത്തുൻ, ഇത് ശരിക്കൊരു വഞ്ചനയാണ്. അതിന്റെ ലാഹിർ ഉപദേശത്തിന്റെ സ്വരത്തിലാണ്, പക്ഷെ അതിന്റെ ഉള്ളു മഹാമോശം, ഇത് വഞ്ചനയുമാണ്. അല്ലെങ്കിലും ഇബ്ലീസിന് ഒരാളെ ഉപദേശിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. ഇബ്ലീസായ നിലയ്ക്ക് ഒരാളെ ഉപദേശിക്കാൻ കഴിയില്ല. അവൻ ഉപദേശിക്കുന്നുണ്ടെങ്കിലോ അത് വഞ്ചന, അതിന്റെ പിന്നിൽ വഞ്ചന ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഇങ്ങനെയാണ് ഇബ്ലീസ് ആദം നബിയെ ഉപദേശ സ്വരത്തിൽ വഞ്ചിച്ചത്. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞിട്ട് ആദ്യം തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ആദം നബിയോടും ഹവ്വാ റളിയല്ലാഹു അൻഹയോടും, വലാ തഖറബാ ഹാദിഹി ഷജറ ഉസ്കുൻ അൻത വസൗജുക്കൽ ജന്ന ഫകുലാ മിൻഹാ റഗദൻ, നീയും ഭാര്യയും സ്വർഗത്തിൽ ജീവിച്ചോളും, സുഖസുന്ദരമായിട്ട്, വളരെ വിശാലമായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം, എല്ലാ കാര്യങ്ങളും നടത്താം, സുഖസന്തോഷത്തോടുകൂടെ നിങ്ങൾ ഇവിടെ ജീവിക്കുക. പക്ഷെ ഒരു കാര്യം, വലാ തഖറബാ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തിന്റെ അടുത്ത് നിങ്ങൾ പോകരുത്, അതിൽ നിന്ന് പഴം പറിച്ച് തിന്നുകയും ചെയ്യരുത് എന്ന് ആദം നബിയോടും ഹവ്വാ റളിയല്ലാഹു അൻഹയോടും പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞതിന് എതിരായിട്ട്, ഈ പറഞ്ഞതിനെ അള്ളാഹുവിന്റെ കൽപ്പനയെ നിഷ്ഫലമാക്കാനുള്ള പ്രവർത്തനമായിട്ടാണ് ഇബ്ലീസ് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. കാരണം അവനത് ചെയ്യാൻ കാരണം അവനേക്കാൾ ബഹുമാനം മനുഷ്യന് കൊടുത്തു, ആദം നബി അലൈഹിസ്സലാമിന് കൊടുത്തു. എന്നിട്ടാണ് മലക്കുകളെ കൊണ്ട്, എല്ലാ മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചു അല്ലാഹു തആല ആദം നബിക്ക്. അത് വലിയൊരു ബഹുമാനമാണ്, മനുഷ്യവംശത്തിന് വലിയൊരു ബഹുമാനമാണ്.
അള്ളാഹു ചെയ്തത്. ഇതിൽ മനസ്സ് വിഷമിച്ച ദുഃഖിതനായ ഇബ്ലീസ് മനുഷ്യനെ അന്ത്യദിനം വരേക്കും ജീവിക്കുന്ന മനുഷ്യനെ പഴപ്പിക്കാനുള്ള ഒരുക്കവുമായിട്ടാണ് ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ അള്ളാഹുവിനെ വെല്ലുവിളിച്ചിട്ടാണ് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത ഇബ്ലീസ് അള്ളാഹുവിനെ ചതിക്കാൻ കഴിയില്ലല്ലോ. സർവശക്തനായ അള്ളാഹുവിനെ ഏതെങ്കിലും നിലക്ക് വഞ്ചിക്കാനോ അതിനൊന്നും കഴിയില്ല. വഞ്ചിച്ചാൽ തന്നെ അതിന്റെ ഫലം അവന് തന്നെ, വഞ്ചിച്ചവനാ. അപ്പൊ അള്ളാഹുവിന് അത് ഏൽക്കില്ലെങ്കിൽ പിന്നെ ആർക്കാണത്? മനുഷ്യനെ അള്ളാഹുത്താല കൂടുതൽ ബഹുമാനിച്ചിട്ടുണ്ട്. അവർക്ക് ഇരിക്കട്ടെ, അവരെയാണ് ചെറുപ്പഴിപ്പിക്കാൻ വേണ്ടി ഇബ്ലീസ് ശ്രമിക്കുന്നത്. അതിന് മോഹ വാഗ്ദാനങ്ങളെല്ലാം പറഞ്ഞു വെച്ച് നിനക്കിവിടെ സ്വർഗത്തിൽ ജീവിക്കാനാണ്, ശാശ്വതമായി ജീവിക്കാൻ കഴിയും, അതിൽ അള്ളാഹുവിന് ഇഷ്ടമല്ല അങ്ങനെ ജീവിക്കല്, നിങ്ങൾ പുറത്തു പോകണം, അതിനുള്ള പണിയാണ് അള്ളാഹ് എടുത്തിട്ടുള്ളത്, ഈ മരത്തിന്റെ മഴ നിന്നാൽ നിങ്ങൾ തിന്നുകയാണെങ്കിൽ നിങ്ങൾ ശാശ്വതമായി ഇവിടെ ജീവിക്കാം, തന്നെയുമല്ല സ്വർഗത്തിന്റെ ആകമാനം ആധിപത്യം ഭരണാധികാരം കൂടി നിങ്ങൾക്കാണ് ലഭിക്കുക എന്നുള്ള മോഹ വാഗ്ദാനങ്ങളൊക്കെ വിട്ടുകൊടുത്തതാണ് ആദം നബിക്ക്. ഇതാണ് ദുർചിന്താഗതി, ദുർബോധനം എന്ന് പറഞ്ഞത്. അതിനെ വാക്കിന്റെ സ്വരത്തിൽ അവതരിപ്പിക്കുകയാണ്. അപ്പൊ കൂടുതൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ അത് ഒരു പരിധി വരെ ദോഷം ചെയ്യും എന്നുള്ളത് മനസ്സിലായി. അതിൽ വിശ്വസിക്കും. കൂടുതൽ പ്രാവശ്യം പറഞ്ഞാൽ അത് ഒരു പരിധി വരെ അവൻ വിശ്വസിക്കേണ്ടി വരും. അതാണ് ഇവിടെ സംഭവിച്ചത്. അത് ആദം നബി, പക്ഷെ അള്ളാഹു താല ഇങ്ങനെ ആദം നബിയിൽ നിന്നൊരു പിഴവ് സംഭവിച്ചെങ്കിലും കൂടി അള്ളാഹു കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല ഇതുവരെ. വലഖദ് അഹദ്നാ ഇലാ ആദമ ഫനസിയ വലം നജിദ് ലഹു അസ്മാ എന്നാണ് ആ 115-ാമത്തെ ആയത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആദം നബിയുമായിട്ട് അള്ളാഹു താല ഒരു കരാറ് ചെയ്തു. പക്ഷെ ആ കരാറിനെ മറന്നുപോയി ആദം നബി. അദ്ദേഹത്തിന് ഒരു ഹൃദയത്തിന് ഒരു ഉറപ്പ് കിട്ടിയില്ല, ഉറച്ച ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് കിട്ടിയില്ല. അങ്ങനെയാണ് നമ്മൾ കണ്ടത് എന്നാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആദം നബി എന്ത് ചെയ്തോ അത് മറന്നിട്ട് ചെയ്തതാണെന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. മറവി ഒരു കുറ്റമല്ല. മറവിയുള്ള ഒരാളെ മറന്ന നിലയ്ക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാതിരുന്നാൽ കുറ്റപ്പെടുത്തില്ല. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിലും അത് അങ്ങനത്തെ മറന്നുപോയ ഒരാളെ കുറ്റപ്പെടുത്തല്ല. അപ്പോൾ ഉദാഹരണമായിട്ട് നിസ്കാരം ഒരാൾ മറന്നു കഴിഞ്ഞാൽ അയാൾക്ക് മറന്നതിൻ്റെ പേരിൽ ശിക്ഷയില്ലല്ലോ. നിസ്കാരം കള്ളാക്കി, ആ നിസ്കാരം കള്ളായത് ഉഴുതറോട് കൂടിയാണ്. മറവി ഒരു ഉഴുതറാണ്. ഉഴുതറെന്ന് പറഞ്ഞാൽ അംഗീകരിക്കപ്പെടാവുന്ന ഒരു കാരണമാണ് മറന്നു പോവുക എന്നുള്ളത്. അപ്പം മറവിക്ക് ഒരു ശിക്ഷയും അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നില്ല. അങ്ങനെ ആദം നബി മറന്നു പോയതാണ് എന്നാണ് അല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. വലം നജിദ് ലഹു അസ്മ, അദ്ദേഹത്തിന് ഒരു നിശ്ചയദാർഢ്യം കാണാനും കഴിഞ്ഞില്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ആദം നബിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ ആദം നബിയുടെ മനസ്സിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് ദുർബോധനങ്ങൾ. കൂടുതൽ ഇങ്ങനെ പറയുമ്പോൾ ആർക്കായാലും ഒരു ചേഞ്ച് വരും. ആ ചേഞ്ച് അനുസരിച്ച് ഇവര് അടുത്ത ആയത്തിൽ പറയുന്ന 121-ാമത്തെ ആയത്തിൽ പറയുന്നത് ഫഅക്കലാ മിൻഹാ ഫബദത് ലഹുമാ സവാതുഹുമാ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന വഅസാ ആദമു റബ്ബഹു ഫഗവാ. ഫഅക്കലാ, രണ്ടുപേരും ഭക്ഷിച്ചു, മിൻഹാ മരത്തിന്റെ പഴത്തിൽ നിന്ന് രണ്ടുപേരും ഭക്ഷിച്ചു. പഴം പൊട്ടിച്ചു, അത് ഭക്ഷിച്ചു. അപ്പോൾ ബദത്ത് ലഹുമ, അപ്പോൾ ഇബ്ലീസ് പറഞ്ഞ മാതിരി അല്ല ഇവിടെ കാര്യങ്ങൾ വന്നത്. അതുകൊണ്ടാണ് ഉള്ള നാശങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ബദത്ത് ലഹുമ, അപ്പോൾ ആദ്യമായിട്ട് അവർക്കുണ്ടായ അനുഭവം അവരുടെ ഗുഹ്യ സ്ഥാനങ്ങളെല്ലാം വെളിവായി, വിവസ്ത്രരായി അവർ. അപ്പോൾ ബദത്ത് ലഹുമ, അവർ രണ്ടുപേർക്കും വെളിവായി, സൗവാത്തുഹുമ, അവരുടെ ഔറത്ത് ഗുഹ്യസ്ഥാനം വെളിവായി. ബത്തഫിഖ, അവർ രണ്ടുപേരും തുടങ്ങി, യഖ്സിഫാനി അലൈഹിമ, അവർ രണ്ടുപേര് ശരീരങ്ങളെ മറക്കുവാൻ,
അവര് തയ്യാറായി. അത് ആ പ്രവർത്തനം തുടങ്ങി. എങ്ങനെ? മിൻവറക്കിൽ ജന്നത്തി, സ്വർഗത്തിലെ വൃക്ഷങ്ങളുടെ ഇലകൾ കൊണ്ട് അവരുടെ നഗ്നത മറക്കുവാൻ അവർ തുടങ്ങി. അപ്പോൾ ആ ഇല പൊട്ടിച്ച് ശരീരം പൊതിയാണ് ചെയ്തത്. ഇത് ആദ്യത്തെ അനുഭവമാണ്. പഴം പൊട്ടിച്ച് തിന്നപ്പോൾ ഇബ്ലീസ് പറഞ്ഞത്, നിങ്ങൾക്ക് ശാശ്വതമായിട്ട് സ്വർഗത്തിൽ ജീവിക്കുക, വലിയ നേട്ടങ്ങളും ഉണ്ടാവും, സ്വർഗത്തിന്റെ ആധിപത്യമൊക്കെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം എന്നാണ് ഇബ്ലീസ് പറഞ്ഞത്. അവര് പഴം പൊട്ടിച്ച് തിന്നോടുകൂടി അവർക്ക് ആദ്യത്തെ അനുഭവം ഉണ്ടായത് അവര് വിവസ്ത്രരാവുകയാണ്. അപ്പോൾ അള്ളാഹുത്താല പറയുന്ന വാസാദമു, കുറ്റപ്പെടുത്തുന്നില്ല. അള്ളാഹുത്താല ചെയ്തത് തെറ്റായി എന്നുള്ള ഒരു നിലക്കും കുറ്റപ്പെടുത്തുന്നില്ല. പിന്നെ എന്താ പറഞ്ഞു? അസാദമു റബ്ബഹു ഫഹവ, ആദം നബി അലൈഹിസ്സലാം ഒരു അനുസരണക്കേടാണ് ചെയ്തത്. റബ്ബഹു, അവന്റെ റബ്ബ്, അദ്ദേഹത്തിന്റെ റബ്ബിനോട്, അദ്ദേഹത്തിന്റെ രക്ഷിതാവിനോട് ആദം നബി ചെയ്തത് ഒരു അനുസരണക്കേടാണ്. ഫഹവ, അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചു ആദം നബിക്ക്. ആദം നബി അള്ളാഹ് പറഞ്ഞത് അനുസരിക്കാതെ ആദം നബി പഴിച്ചുപോയി എന്നിവിടെ അർത്ഥം പറയുകയാണെങ്കിൽ ആ പറഞ്ഞവനും പഴിച്ചു. കാരണം അങ്ങനെ ഒരു ആരോപണം ആദം നബിയുടെ പേരിൽ ഉന്നയിക്കാനുള്ളതൊന്നും ആദം നബി ചെയ്തിട്ടില്ല എന്നുള്ളത് വലഖദ് അഹ്ദനാ ഇലാ ആദമ ഫനസിയ വലം നജിദ് ലഹു അസ്മ, ആദം നബി മറന്നുപോയതാണ് എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ചെയ്ത കരാറിനെ ആദം നബി മറന്നുപോയി. അതിന്റെ പേരിലാണ് ഇങ്ങനെ ചെയ്യാൻ കാരണം. അപ്പൊ മറന്നുപോയതിന്റെ പേരിലാണ് ഈ പഴം പറിച്ചു തിന്നത്. മനഃപൂർവ്വമല്ല, അല്ലാഹ് പറഞ്ഞതിനെ ധിക്കരിച്ചിട്ടല്ല എന്നാണ് ഇവിടെ അർത്ഥം പറയേണ്ടത്. ഇത്രയും ഒരു ശക്തമായ ഭാഷയിൽ അല്ലാഹു തആല ആദം നബി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ പറയുന്ന ചിലരുണ്ട്. അതിന്റെ പേരിലാണ് ഞാൻ ഇത്ര ഇതാക്കി പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. ആദം നബി അനുസരണക്കേട് പ്രവർത്തിച്ചു. അപ്പൊ നമ്മുടെ മക്കളാണെങ്കിലും വേറൊരു അടുത്ത ആളാണെങ്കിലും അനുസരണക്കേട് ചെയ്തു എന്നല്ലേ പറയാം. അല്ലാതെ അതാണ് ആകെ പഴിച്ചുപോയി അവൻ എന്നുള്ളതല്ല പറയാം. പിഴവ് സംഭവിച്ചു എന്ന് പറയുന്നതും പഴിച്ചുപോയി എന്ന് പറയുന്നതും വളരെ വ്യത്യാസമുണ്ട്. ഫവ എന്നുള്ളതിന് പിഴച്ചുപോയി എന്നേ പറയണ്ടു, പിഴവ് സംഭവിച്ചു എന്നേ പറയണ്ടു. അത്ര വലിയ ആളാണെങ്കിലും പിഴവുകൾ സംഭവിക്കാം. അതുപോലെ അവൻ പഴിച്ചുപോയി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മാറി. അപ്പോ അതിന്റെ തഫ്സീർ ഒന്ന് വായിക്കാം. അക്കല ആദം ഹവ്വാവും ആദം നബി അലൈഹിസ്സലാമും മിനശ്ശജറത്തിലെത്തി നഹല്ലാഹു അൻഹ, അള്ളാഹു വിരോധിച്ച ആ പഴം പറിച്ചു തിന്നു. ഫലഹറത്തിലഹുമ ഔറാത്തുഹുമ, അവരുടെ ഔറത്തുകൾ വെളിവായി. അവർ തുടങ്ങി യഹുദാനി മിൻ മറക്കിൽ ജന്ന, സ്വർഗത്തിന്റെ മരത്തിൽ നിന്ന് ഇലകൾ അവര് എടുത്തുകൊണ്ട് യുവത്തിയാനി അവരുടെ ഗുഹസ്ഥാനങ്ങൾ മറക്കാൻ തുടങ്ങി. ഫഹാലമ അക്രമ അംദ് റബ്ബിഹി, റബ്ബിന്റെ ഏറ്റവും ഉന്നതമായ ആ കൽപ്പനയ്ക്ക് അവര് എതിർ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. ബിൽ അക്കിലി മിന ഷജറത്തി, വൃക്ഷത്തിൽ നിന്ന് ഒരു പഴം പറിച്ചു തിന്നത് കാരണം അള്ളാഹുവിന്റെ മാന്യമായ ഈ കൽപ്പനയ്ക്ക് അവര് എതിര് പ്രവർത്തിച്ചു. അപ്പോ ഫളല്ലാനിൽ മത്ലൂബില്ലദി ഹുവൽ ഖുലൂദു ഫിൽ ജന്ന, സ്വർഗത്തിൽ ശാശ്വതമായി ജീവിക്കാം എന്നുള്ള ഈ ഉദ്ദേശത്തിന് അവിടെ ഭംഗം വന്നു. അതുകൊണ്ട് അവര് അത് എങ്ങനെ വന്നു? ഇബ്ലീസാണ് അതിന് കാരണക്കാരൻ. ഹൈസു ഖൗലിൽ അദുവി, ശത്രുവായ ഇബ്ലീസിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് അതിന് ഭംഗം വന്നു. ഇതാണ് ഇതിനെപ്പറ്റിയുള്ള തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. 122-21 ആയത്ത്. 22 ആയത്തിൽ
അള്ളാഹു പറയുന്നത് പിന്നെ അള്ളാഹു താല ഇജ്തബാഹു ആദം നബിയെ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? ഒരുപക്ഷെ സ്ഥിതിസാരത്തിന് വേണ്ടിയാവാം, അതല്ലെങ്കിൽ നുബുവത്ത് പ്രവാചകത്വം നൽകാൻ വേണ്ടിയാവാം. ഏതായാലും ഇവിടെ സ്വർഗത്തിൽ വെച്ച് പ്രവാചകത്വത്തിന്റെ ഒരാവശ്യമില്ല. സ്വർഗത്തില് ജനങ്ങളില്ല. ആ ജനങ്ങൾക്ക് സന്മാർഗം കാണിക്കാനാണല്ലോ പ്രവാചകന്മാർ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്ദേശം അവിടെ ഇല്ല. പിന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴുള്ള കാര്യങ്ങളാണ്, പുറത്തു വന്നിട്ടുമില്ല. പിന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് അള്ളാഹു അതിനു വേണ്ടി തയ്യാർ ചെയ്തതായിരിക്കും ആദം നബി അലൈഹി സ്വലാമിന്. ഫതാബ അലൈഹി, അള്ളാഹു അദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തെ സ്വീകരിക്കുകയും ചെയ്തു. പശ്ചാത്താപം സ്വീകരിച്ചു. അള്ളാഹു തെരഞ്ഞെടുത്തു. പിന്നെ അള്ളാഹുവിലേക്ക് വല്ലാതെ അടുപ്പിച്ചു. ഇതൊക്കെ പ്രവാചകന്മാർക്ക് ഉണ്ടാവുന്ന പ്രത്യേകതകളാണ്. സാലിഹ്യങ്ങളും മുത്തഖീങ്ങളും ഒക്കെ ആവുമ്പോൾ അതൊക്കെ ഉണ്ടാവും. അങ്ങനെ അള്ളാഹു അടുപ്പിക്കുകയും ചെയ്ത് ഒരു ചെറിയൊരു പിഴവ് സംഭവിച്ചതിന്റെ പേരിൽ, മറന്നുകൊണ്ട് സംഭവിച്ച പിഴവിന്റെ പേരിൽ അള്ളാഹുവിൽ നിന്ന് അകറ്റുകയല്ല ചെയ്തത്, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുക ചെയ്തത്. അപ്പൊ താബ അലൈഹി, അള്ളാഹു അദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തെ സ്വീകരിക്കുകയും ചെയ്തു. ആദം നബി ഇങ്ങനെ ചെയ്തെങ്കിലും, ആദം നബിക്ക് മറന്നിട്ടാണ് ചെയ്തെങ്കിലും ആദം നബിക്ക് വലിയ ദുഃഖം തോന്നി പശ്ചാത്തപിച്ചു. അപ്പോൾ അള്ളാഹു താല അതെല്ലാം പുറത്തു കൊടുത്തു. പൊറുക്കുക എന്ന് പറഞ്ഞാൽ ഈ പാകപ്പിഴവുകൾ സംഭവിച്ചത് അതിനെ ഇല്ലായ്മ ചെയ്തു, അള്ളാഹുവിലേക്ക് അടുപ്പിച്ചു. ഈ അടുപ്പിക്കൽ വരാൻ പോകുന്ന പിന്നെ പ്രവാചകത്വത്തിന് വേണ്ടിയുള്ള ഒരുക്കമാകും എന്ന് നമുക്ക് ഊഹിക്കാം. ഈ അടുപ്പിക്കലെ ഇജ്തബാഹു എന്നാണ്, അള്ളാഹു തെരഞ്ഞെടുത്തു ആദം നബിയെ എന്ന് പറഞ്ഞത്. ഹദാ, അദ്ദേഹത്തിന് ശരിയായ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ശരിയായ മാർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല പ്രവാചകനാക്കി അയക്കുമ്പോൾ ജനങ്ങളെ ഹിദായത്താക്കലാണ് ലക്ഷ്യം. അത് അവിടെ വെച്ചിട്ടൊന്നും ചെയ്യാനില്ല, സ്വർഗത്തിൽ വെച്ചിട്ട്. പിന്നെ ആദം നബി ദുന്യാവിലേക്ക് വന്നാലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ഹിദായത്ത്, സന്മാർഗം എന്ന് പറയുന്നത്. ഈ ആദം നബി അവിടെ വെച്ച് ചെയ്ത ഒരു കാര്യം, അത് അള്ളാഹുവിന്റെ ആജ്ഞക്ക് അദ്ദേഹം വഴിപ്പെട്ടില്ല എന്നുള്ളതാണ്. അത് മറന്നിട്ടാണെന്ന് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലെന്താ, ഒരു തെറ്റില്ല. ആദം നബിയെ തെറ്റുകാരനാക്കാനും പറ്റില്ല. അപ്പൊ സന്മാർഗം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് വരാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോരും. ആ പുറത്തു പോരുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തന ഫലമായിട്ടാണ് പിന്നെ നല്ലതും ചീത്തയും തീരുമാനിക്കുന്നത്. ആ നല്ലതും ചീത്തയും തീരുമാനിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന അവരെയാണ് ലക്ഷ്യം വെക്കുന്നത് ആര്? പ്രവാചകന്മാര്. പ്രവാചകത്വം കൊണ്ടുള്ള ഉദ്ദേശം തന്നെ അതാണ്. നല്ലതും ചീത്തയും മനസ്സിലാക്കി കൊടുക്കുകയും ആ നല്ലത് പ്രവർത്തിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള, പിന്നെ ബോധനം നൽകുക എന്നുള്ള കാര്യമാണ് പ്രവാചകന്മാരുടെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടി അനുസരിച്ച് ചെയ്യൽ അവിടുന്ന് കണ്ട് പുറത്തു പോന്നാലേ ഉള്ളൂ. അപ്പൊ സുമ്മസ്തഫാഹു റബ്ബഹു തഖറബഹു ഇലൈഹി വഖബല തൗബതഹു വദാഉ ഇല സബാത്തി അല തൗബ വതമസ്സക ബിഅസ്ബാബി തആത്ത്. ഇതെല്ലാം ആദം നബിക്ക് അവിടെ വെച്ച് അറിയിച്ചു കൊടുത്തു. എന്ത്? താഴത്തിന്റെ സബബുകള്, തൗബയെ അള്ളാഹു സ്വീകരിച്ചത്, പിന്നെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന വിധത്തിൽ അള്ളാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്, ഇതെല്ലാം അവിടെ വെച്ച് ആദം നബി സ്വർഗത്തിൽ വെച്ച് തന്നെ അനുഭവിച്ചു. പിന്നെയാണ് അള്ളാഹു തആല പറഞ്ഞത് 123-ാമത്തെ ആയത്തിൽ, ഖാല ഹബിത്താ മിന്നാ ജമിഅൻ ബഅദുകും ലിബഅദിൻ അദുവ്വ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യശ്ഖാ. ഈ ആയത്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.